ഓഫീസ് രാഷ്ട്രീയത്തിൽ വിജയിക്കണോ? ചാണക്യൻ പറയുന്നത് കേൾക്കൂ. ഇന്നത്തെ ലോകത്ത് ഓഫീസ് അന്തരീക്ഷം ജോലിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവിടെയുള്ള രാഷ്ട്രീയവും ഗൂഢാലോചനകളും വിജയത്തിലേക്കുള്ള പാതയെ വെല്ലുവിളിക്കുന്നു. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക ചിന്തകനായ ആചാര്യൻ ചാണക്യന്റെ ധാർമ്മികതയിൽ പരാമർശിച്ചിരിക്കുന്ന തത്വങ്ങൾ വളരെ പ്രസക്തമാകുന്നു. ഓഫീസ് രാഷ്ട്രീയത്തെ മറികടന്ന് വിജയത്തിന്റെ കൊടുമുടി കയറാൻ ചാണക്യൻ നിരവധി രഹസ്യതന്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഓഫീസ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ ചാണക്യന്റെ ഈ 5 പ്രധാന തന്ത്രങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, വൈകാരികമായി പ്രതികരിക്കരുത്. ചാണക്യ നീതി പ്രകാരം ഓഫീസിലെ സഹപ്രവർത്തകർ ദുഷ്ടന്മാരായിരിക്കുമ്പോൾ അവരുടെ പെരുമാറ്റത്തെ ഒരിക്കലും വ്യക്തിപരമായി കാണരുത്. മോശം വാക്കുകളോ അപവാദങ്ങളോ ഉപയോഗിച്ച് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യുക എന്നതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങൾ ഇത് മനസ്സിലാക്കുകയും വൈകാരികമായി പ്രതികരിക്കുന്നത് നിർത്തുകയും ചെയ്താൽ അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെടും. അടുത്തതായി ചാണക്യൻ പറയുന്നത് നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കാനാണ്. ഏതൊരു പുതിയ പദ്ധതിയും ആരംഭിക്കുന്നതിന് മുമ്പ് അതിന്റെ ഫലത്തെയും വിജയ സാധ്യതയെയും കുറിച്ച് ശ്രദ്ധാപൂർവം ചിന്തിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുക എന്നതാണ് ചാണക്യന്റെ പ്രധാന ഉപദേശം. നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതുവരെ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത്. ഇത് ശത്രുക്കൾക്ക് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താൻ അവസരം നൽകില്ല. മൂന്നാമതായി ചാണക്യന്റെ അഭിപ്രായത്തിൽ അധികം സത്യസന്ധത പുലർത്തരുത് എന്നതാണ്. ചാണക്യൻ പറയുന്നത് പോലെ ഏറ്റവും നേരായ മരങ്ങൾ ആദ്യം മുറിക്കപ്പെടുന്നു. ഏറ്റവും സത്യസന്ധരായ ആളുകളാണ് ആദ്യം ചൂഷണം ചെയ്യപ്പെടുന്നത്. ഓഫീസിലെ എല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും പരുഷമായി പ്രകടിപ്പിക്കുന്നത് നല്ലതല്ല. നിങ്ങളുടെ സത്യസന്ധത ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. അതിനാൽ സത്യം പറയുമ്പോൾ പോലും ബുദ്ധിമാനും നയപരനുമായിരിക്കുക. അടുത്തതായി ചാണക്യൻ പറയുന്നത് എന്തെന്നാൽ പരദൂഷകരിൽ നിന്നും മുഖസ്തുതി പറയുന്നവരിൽ നിന്നും അകന്നു നിൽക്കാനാണ്. മുഖത്ത് നോക്കി മാന്യമായി സംസാരിക്കുകയും പിന്നിൽ ഗോസിപ്പുകൾ നടത്തുകയും ചെയ്യുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. അത്തരം വിഷമുള്ള സഹപ്രവർത്തകർ സമയം വരുമ്പോൾ നിങ്ങളെ ഒറ്റുകൊടുക്കാൻ മടിക്കില്ല. അതുപോലെ നിങ്ങളെ അമിതമായി പ്രശംസിക്കുന്നവരോ നിങ്ങളെ നിന്ദിക്കുന്നവരോ ആയ ആളുകളുടെ കൂട്ടുകെട്ടും നിങ്ങൾ ഒഴിവാക്കണം. അത്തരം ആളുകളുടെ ദുഷ്ടമനസ്സിന് സമ്പത്തും ബഹുമാനവും നശിപ്പിക്കാൻ കഴിയും. അടുത്തതായി ചാണക്യൻ പറയുന്നത് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്നതാണ്. നിങ്ങളെ വെറുക്കുന്നവരോ ഓഫീസിൽ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരോ ആയ ശത്രുക്കളെ കുറിച്ച് എപ്പോഴും ജാഗ്രത പാലിക്കണം. അവരുടെ ഓരോ പ്രവർത്തനത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുക, പക്ഷെ പ്രതികരിക്കരുത്. നിങ്ങളുടെ മൗനം അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. നിങ്ങളുടെ ശക്തി അവരുടെ ശക്തിയേക്കാൾ വലുതാണെന്ന് അവർ അറിയുമ്പോൾ അവർ ഒരിക്കലും നിങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല.